ഞാൻ ആലോചിക്കണതേ ചിന്നുവിന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കുഞ്ഞളിയനും കൂടെ ഒരു സൗകര്യപ്രദമായിട്ടുള്ള അയാൾക്കൂടെ എന്തെങ്കിലും ഒരു ഇൻകം വരുന്ന രൂപത്തിലുള്ള സഹായം വേണം ചെയ്യേണ്ടത്. അതാണ് വേണ്ടത്. അല്ലെ ഞാൻ വിചാരിക്കുന്നേ അവന് ബിസിനസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്താലോ? അയ്യോ അടാ, ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും അവനില്ല. മൊത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കുവോ മാമ? ഇത് കണ്ടാ? അയ്യോ മാലതി, ശ്യാമള കുഞ്ഞമ്മയുടെ മോള്. അയ്യോ ഇവൾ എന്ത് സ്ലിം ആയിരിക്കും നോക്ക്. എനിക്ക് നോക്കട്ടെ. എന്ത് തടിയായിരുന്നു, മെലിഞ്ഞ് എന്തൊരു വണ്ണമായിരുന്നു. അതിന് ആളെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നോക്ക് മാമ, മാലതി നമ്മളെ മനസ്സിലായി. അയ്യോ പണ്ട് എന്റെ കൈ തൂങ്ങി നടന്ന പെൺകുട്ടിയാണ്. ആ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഡയറ്റ് കൺട്രോൾ ചെയ്താ ആർക്കും വലിയ. അത് ശരിയാ. അതെ, പക്ഷെ ഒരു കാര്യം അല്ല, അത് ശരിയല്ല. അതിനെ ഒരു മനസ്സ് വേണം. മനുഷ്യ വേണം. ഒരു ഫോട്ടോ കാണിച്ചപ്പോ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. അതല്ലേ അതല്ല, വണ്ണം കുറച്ചത് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ മാല ഉണ്ടോ? നെക്ലസാ? ആ. ഓ അവൾക്ക് നന്നായിട്ട് ചേരും. കണ്ട ശരിയാ. അവക്ക് ചേരും ഇല്ലെന്നുള്ളത് എനിക്ക് അതേപോലെ ഒരെണ്ണം വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അയ്യേ മണി, നിനക്ക് ചേരൂല. അതെനിക്ക് ചേരാത്ത. അത് ഈ നല്ല മെലിഞ്ഞ സ്ത്രീകൾക്ക് ചേരുന്ന നെക്ലസ് ആണ്. അതാണ് അവൾക്ക് ചേരുന്നത്. ഓ, ഇപ്പോഴല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായത്. വണ്ണുള്ളവളായതുകൊണ്ട് എനിക്ക് ഒന്നും ചേരില്ലെന്നല്ലേ? കണ്ട മാമ, എന്റെ വണ്ണം ഒരു കുറവായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. സ്വന്തം ഭാര്യയുടെ മുമ്പ് വെച്ച് വേറൊരു പെൺകുട്ടിയെ പോറ്റി പറയുമ്പോഴേ അവക്കത് ഇഷ്ടപ്പെടൂല. എന്റെ മാമ ഞാൻ പോഴത്തൊന്നും അല്ല. പിന്നെ ഞാൻ ഉള്ള സത്യം പറഞ്ഞില്ലേ? ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ വണ്ണം ഒരു കുറവാണ്, എന്റെ ഒരു കുറവായിട്ടാണ് നിങ്ങൾ കണക്കാക്കി വെച്ചേക്കുന്നല്ലേ? മനസ്സിലായി. മണി നീ എന്താന്ന് പറയണേ? രവിയേട്ടാ, നാട്ടുകാർ മൊത്തം എന്റെ വണ്ണത്തിനെ പറ്റി കുറ്റം പറയും. കണ്ട് 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ നാട്ടുകാർ വന്ന് എന്റെ അടുത്ത് മെലിയണം എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന്. മെലിഞ്ഞിരിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നമില്ലേ? അല്ലെങ്കിൽ തന്നെ ലോകത്തിലുള്ള സകലമാന ആൾക്കാരെ ദൈവം ഒരു അച്ചുകളിട്ടാണ് വാർത്തത്. ചിലർ വണ്ണമുള്ളവരുണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് സൈസ് ആയിരിക്കും, ചിലപ്പോൾ മെലിഞ്ഞിരിക്കും, പല ഷേപ്പിലും സൈസിലും വരുന്നത്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സുഖമായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിച്ച്, പക്ഷെ അത് എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോഴുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. അളിയ ഒന്ന് പറയാളിയാ. ഞാൻ പറയത്തില്ല, അളിയന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ എന്തിനു പറയാ? നീ അവളെ മുമ്പ് ഇത്രയൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടണ്ട. നിങ്ങളെ മനസ്സിലിരിപ്പോ എനിക്ക് മനസ്സിലായി. മനുഷ്യ നിങ്ങളെ പറ്റി ഞാൻ ഇത് വിചാരിച്ചതേ ഇല്ല. അളിയൻ അങ്ങനെ ഒന്നും പറയണ്ട. ഞാനും അങ്ങനെ വിചാരിച്ചില്ല. സത്യം എന്തോ മണിക്കൂട്ടാ ഒരുമാതിരി എരുതില്ല, എണ്ണ ഒഴിക്കില്ലേട്ടാ. അതെ അളിയ, സത്യം പറഞ്ഞ അവൾക്ക് നല്ല വണ്ണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? അതെ, ഇത് അവിടെ മുമ്പ് വെച്ച് പറഞ്ഞിട്ടായിരുന്നോ? പറയാൻ പറ്റത്തില്ല. കാരണം നാളെ എനിക്ക് ഇവിടെ ജീവിക്കണ്ട. അത് അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് പോയി. ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് അളിയൻ പോയിട്ട് മണിയെ പറ്റുമോ കാര്യം? അവള് ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. എല്ലാം കൂടെ ആരെ കണി കണ്ടോണ്ടോ? ഒന്നുമില്ല ഇവിടെ. പിങ്കി എന്തിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് തിരുന്ന സുഖം എന്താണെന്ന് എനിക്കും അറിയണം. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഭദ്രമായിട്ട് അടച്ചു വെച്ചേക്കണോ? മുറുക്കും ബിസ്ക്കറ്റ്. കൊള്ളാം, ടൊമാറ്റോ മുറുക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഒരിക്കലും കരുതിയില്ല. കണ്ണും ചോരയില്ലാതെ എന്നെ എന്തൊക്കെ പറഞ്ഞു. സോറി അമ്മ, ഞാൻ അറിയാതെ വിശന്നിട്ട്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ചെറുപ്പകാലത്ത് എന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ? എന്റെ പുറകിൽ എത്ര ചെറുക്കന്മാർ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ അച്ഛന്റെ കല്യാണാലോചന വന്നപ്പോ ഉണ്ടല്ലോ, എന്റെ സകലമാന ബന്ധുക്കൾ എന്റെ അടുത്ത് പറഞ്ഞ്, മണിക്കുട്ടി പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, ഈ ചെറുക്കൻ നിനക്ക് ഒരു ചർച്ചയില്ല, നല്ല നല്ല മണി പോലത്തെ ചെറുക്കന്മാരെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്തോന്നാണ്, നല്ല ചെറുക്കനായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും എന്ന് കരുതി സമ്മതിച്ചു കൊടുത്തു. അവസാനം കിട്ടിയല്ലോ. ഞാൻ സത്യത അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നീ കേക്ക് പറയണ്ടേ? അപ്പൊ മുറുക്കല്ല വിഷയം. ഇല്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ ഇനി ഒരക്ഷരം വിടണ്ട. അതല്ല, നീ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എന്ന് പറഞ്ഞിങ്ങനെ ആഹാരമൊക്കെ കുറയ്ക്കൂലേ, ഇതിനത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. രവിയേട്ട ഇത്രയും പറഞ്ഞിട്ട് ന്യായീകരിക്കരുത്. നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അല്ല, എന്താണ് പ്രശ്നം? അത് പറഞ്ഞു കൊടു. എന്താണ് പ്രശ്നം? പരിഹരിക്കോ നീ?
പറ്റുമോ? ഇല്ലല്ലോ, പിന്നെ മിണ്ടായിട്ടെ. മണി ഞാൻ പറയട്ടെ മണി, നീ ദേഷ്യപ്പെടല്ലേ മണിക്കുട്ടി. രവിയേട്ടാ, ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. എന്നെ ഇത്ര ഇൻസൾട്ട് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ എന്തൊക്കെ വിചാരിച്ചാണ് നിങ്ങളെ. ഒരു കാര്യമുണ്ട്, നിനക്കറിയോ, 2 പിള്ളേരാകുമ്പോ അമ്മമാർക്കൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ വെക്കും. ആ വണ്ണം വെക്കുന്നതേ നമ്മൾ ഇരിക്കട്ടെ എന്നങ്ങ് വിചാരിക്കും, കുറയ്ക്കൂല. എന്തുകൊണ്ടാണെന്നറിയോ? 2 പെൺപിള്ളേരെ അമ്മയാണെന്ന് മനസ്സിലാവണം, അല്ലെങ്കിൽ അമ്മയും മക്കളൊക്കെ ഒരേപോലെ ഇരിക്കും. അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മണി. അല്ല, ഈ മകളെന്നുള്ള ഒരു രീതിയിലേ എന്താണ് സംഭവം എന്ന് എനിക്കും കൂടി അറിഞ്ഞാൽ കൊള്ളാം. നീ മിണ്ടരുത്, ഇറങ്ങി പോടി, പോ പോ. അല്ലെങ്കിൽ നീ പോണ്ട, ഞാൻ പോയാൽ മതിയല്ലോ, അതായിരിക്കും നല്ലത്. മാറി, ആരും പോണ്ട. മണി മണി അച്ഛാ, എന്താണ് സംഭവം ഒന്ന് പറ. അത് എന്നോടൊന്നും ചോദിക്കല്ലേ, അവള് ദേഷ്യപ്പെട്ടവേ. മണി മണി അയ്യേ, മെലിഞ്ഞവൻ നന്നായിരിക്കണമെന്ന് ഭയങ്കരമായിട്ട് വർണ്ണിച്ചല്ലോ. എന്തിനു കൊള്ളാം, സ്കിന്നും വലിഞ്ഞു തൂങ്ങി 50 വയസ്സ് കൂടിയത് പോലെ ഇരിക്കുന്നുണ്ട്. മെലിഞ്ഞ ഞാൻ കിളറിയെ പോലെ ഇരിക്കും, കൊള്ളൂല. മണി നീ ഇങ്ങനെ എൻ്റെ പിണങ്ങി ഇരിക്കല്ലേ മണി. എന്നോടൊന്നും സംസാരിക്കണ്ട, പൊക്കോ. മണി പറയട്ടെ. തൊടരുത്. എടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. പിന്നെ എന്നോ ഉദ്ദേശിച്ച് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ നിന്റെ തടി എനിക്കൊരു പ്രശ്നമല്ല. നീ ഇങ്ങനെ വണ്ണമായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അതെന്ന് നീ കേട്ടില്ലേ, ആനച്ചന്തെന്നു? അതാണ് നീ. ഓഹോ, ആനാന്ന് വിളിച്ചല്ലേ അവസാനം എന്നെ? കുറച്ചു നേരത്തെ പോത്തെന്ന് വിളിച്ച്, ഇപ്പൊ ആനാന്ന്. കൊള്ളാം, നിങ്ങൾ എന്നെ മൃഗമായിട്ടാണ് കാണുന്നത് അല്ലേ? എന്നെ മണിക്കുട്ടി നീ അക്ഷരം മിണ്ടരുത്തിന്റെ അടുത്ത്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാകും? എന്താ പ്രശ്നം? അളിയ ഒന്ന് പറയാളിയാ. എന്താ പറയാന്? ഇവിടെ തടിയേ തടി, അത് തടി അളിയന് ഇഷ്ടമല്ലല്ലോ. എന്നെ ആനാന്ന് വിളിച്ച്. ആനയെന്ന് വിളിച്ചു? എന്ത് കളിയത് മണിക്കൂട്ട? അങ്ങനെ അല്ലെന്ന് മണിക്കൂട്ട. ഒന്ന് പറയാ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മണിക്കൂട്ട. 5000 തരാമോ? 2000. മണിക്കൂട്ട ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മണിക്കൂട്ട. എന്നെ ആരും മനസ്സിലാക്കൊന്നും വേണ്ട. ഓ, എവിടെ പോക്കോ, നീ ഇവിടെ നിന്ന് സംസാരിക്കണ്ട. അളിയുമ്പോ ഞാൻ ഇനി ഇവിടെ സംസാരിക്കണ്ട. അളിയുമ്പോ അപ്പൊ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിക്കും. നിന്റെ ആങ്ങളെ പറയുമ്പോ നിനക്ക് വിശ്വാസമാവുമല്ലോ. ഒന്നേ അത് പെങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ. പെങ്ങള് വിചാരിക്കുന്ന പോലെ പുള്ളി വേറെ മനസ്സിലൊന്നും ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. നല്ലോണം ഉദ്ദേശിച്ച് എന്നെ പറഞ്ഞു. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഡയറ്റ് ചെയ്ത് ഞാൻ വണ്ണം കുറയ്ക്കും. അത് നല്ല കാര്യം. അല്ല, തടി കാരണമുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ആരോഗ്യ പ്രശ്നം. പക്ഷെ അതൊന്നും അല്ലാതെ വേറൊരു പ്രശ്നം എനിക്കുണ്ട്. വേറെ പ്രശ്നം എന്തോന്ന്? ചേട്ടനായതുകൊണ്ട് ഞാൻ കാര്യം പറയാം. നിനക്ക് വേറെ അസുഖം വല്ലതും ഉണ്ടോ? എന്തോന്ന്? എനിക്കേ ഈ വിശപ്പിന്റെ അസുഖമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, അച്ഛനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇച്ചിരി ഭക്ഷണം കഴിച്ചോണ്ടേ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. വലിയ ആവേശത്തിൽ ഞാൻ കുറേ പ്രാവശ്യം ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാക്സിമം 2 ഒന്ന് കടിച്ചു പിടിച്ച് 3 വരെ എത്തും. അത് കഴിയുമ്പോണ്ടല്ലോ നല്ല ചൂട് ചോറിൽ ഈ മീൻചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കണ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടുപോകും. ആണോ? സത്യം പറയാൻ എൻ്റെ പെങ്ങളെ, നിനക്ക് ഈ ആഹാരത്തോട് ഇത്രത്തോളം ആക്രാന്തം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ആണല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ഡയറ്റ് തുടങ്ങിക്കോ. അയ്യോ, ഞാൻ ചത്തു വിശന്നിട്ട്. എടി, നീ ഇന്നു മുതൽ ഡയറ്റ് തുടങ്ങിക്കോ. ബാക്കി കാര്യം ഞാനേറ്റ്. എന്ത് ചെയ്യും? അതായത് ഇവിടുത്തെ ബാക്കി എല്ലാവരും കാണുന്ന രൂപത്തിൽ നീ എന്തെങ്കിലും പച്ചക്കറിയോ അതുപോലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. വേറെ ആഹാരമൊന്നും കഴിക്കരുത്. എന്നിട്ട് ഞാൻ രഹസ്യമായിട്ട് വെളിയിൽ പോയി മട്ടൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, പൊറോട്ട, ഇറച്ചി, ബിരിയാണി, ഈ സാധനമെല്ലാം രഹസ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. 4000 രൂപയല്ലയോ കൈയിരിക്കുന്നു? 4000 രൂപ? ഇല്ല, കാശിൻ്റെ കൈ ഉണ്ടല്ലോ വേറെ. വാങ്ങിച്ചോണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആരും അറിയാതെ. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയറ്റ് ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. ഇന്ന് തന്നെ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ആശ്വാസമായിപ്പോയി. പക്ഷെ ഡയറ്റ് ചെയ്തിട്ടും തടി കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, കുറേ ദിവസമായിട്ടും തടി കുറയാത്തപ്പോഴ് അളിയും വിചാരിക്കും ഇത് നിന്റെ ശരീരപ്രകൃതിയാന്ന്. ഐഡിയ, അത് കൊള്ളാം. ധൈര്യമായിട്ടുണ്ടാക്കി. ഉണ്ണിയപ്പോ ഫുഡ് കഴിച്ചിട്ട് വർക്ക്ഷോപ്പിന്റെ അങ്ങോട്ട് പോയിരിക്കുന്നു. അമ്മയുടെ അമ്മ അവിടെ സലാഡ് കഴിച്ചോണ്ടിരിക്കുന്നു. സലാഡ് ഉണ്ടാക്കണം? ഇത്രയും കറി ഉണ്ടായിട്ട് നോക്ക്, ഇത്രയും കറി ഉണ്ടാക്കിയിട്ട് സലാഡ് ഉണ്ടാക്കണം. ശരിയാ പറഞ്ഞ പോലെ. എന്തിനാ ഇനിയൊരു സലാഡ്? മണി
മണിയേ എടി സലാഡൊന്നും വേണ്ട, നീങ്ങി വാ. ആ വരുന്നു. എന്തിനു മണി സലാഡൊക്കെ ഇനി ഉണ്ടാക്കണേ? ഇത് മാത്രം കഴിക്കാൻ പോണോ? ഞാൻ ഡയറ്റിലാണ്. അതാണ് എൻ്റെ പെങ്ങൾ. മണി എന്തോന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് ഉടനെ തന്നെ നീ എന്നോട് വാശി കാണിക്കണോ? ഇതാരുടെ അടുത്തുള്ള വാശിയില്ല. ഞാൻ തടി കുറച്ചിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. അതാണ് എൻ്റെ പെങ്ങൾ. എത്ര ദിവസത്തേക്ക്? കൂടി പോയാ 2 ദിവസം. അതാണ് എൻ്റെ പെങ്ങൾ. അതെ. അല്ല അതല്ല എൻ്റെ പെങ്ങൾ. ചുമ്മാരി മണിക്കൂട്ടാ. മണി നീ ഇങ്ങനെ ഈ തക്കാളിയും വെള്ളരിക്കൊക്കെ കഴിച്ചോണ്ടില്ലേ അവസാനം തലയിറങ്ങി കിടക്കും. ഒരു തലകറക്കം വരാൻ പോണില്ല. അത് മാത്രമല്ല 2 ദിവസമൊന്നുമല്ല, ഇനി തടി കുറയുന്നത് വരെ ഇത് തന്നെ കഴിക്കാൻ പോണം. അതാണ് എൻ്റെ പെങ്ങളളിയാ. ദൈവമേ, വിശന്ന് മനുഷ്യന്റെ കുടല് കരിഞ്ഞില്ലേ. മണിക്കുട്ടൻ ചേട്ടൻ എവിടെ പോയി കിടക്കണം? ചേട്ടൻ പറഞ്ഞത് കേട്ടോണ്ട് ഡയറ്റും തുടങ്ങി. കിട്ടൂലേ ഭക്ഷണം? പെങ്ങളെ എത്തിയാ? ദാണ്ടെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണും വറുത്ത മീനും പുളിശ്ശേരി. മത്തി ഫ്രൈ അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. അതെ, എപ്പോഴും ഇങ്ങനെ രഹസ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയെന്ന് വരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആഹാരം വാങ്ങിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളില്ലേ, അതിനടുത്തുള്ള മേശ, അതിനകത്തൊരു വലിപ്പില്ലൂടി, അതിനകത്ത് വെച്ചാൽ നിനക്ക് വിശക്കുമ്പോൾ അതെടുത്ത് രഹസ്യമായിട്ട് കഴിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം, കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റ് ഒന്നും കൊണ്ടൊന്ന് പുറത്ത് തട്ടരുത്. അത് ഞാൻ ഏറ്റു. അല്ല, നീ കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. സഹോദരനായി പോയില്ലേ, ഞാൻ വല്ലതും പറഞ്ഞ. രഹസ്യമായിട്ട് കഴിക്കണേ. ഈ തുണി ഇവിടെ കിടക്കട്ടെ, കഴിച്ചിട്ട് വന്നെടുക്കാം. പാവം എൻ്റെ പെങ്ങള്, ജീവിതത്തിലെ ഓരോരോ വിഷമങ്ങളെ. ഇങ്ങനെ 3 പേരും ആഹാരം വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയാൽ അളിയൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ 4000 രൂപ ഒന്നും ആകത്തില്ല. നാട്ടിൽ പോയി 10 സെൻറ്റ് വിൽക്കേണ്ടി വരും. അല്ല അതെ, ഈ മണി ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാലേ അവള് ക്ഷീണിച്ചു പോലും. അങ്ങനെ ക്ഷീണിച്ച് പോകണമെന്നാണല്ലോ അളിയൻ്റെ ആഗ്രഹം. അതല്ല, ശരീരമായിട്ട് തളർന്നു പോവില്ലേന്ന്. അങ്ങനെ തളർന്ന് അവൾ ഇല്ലാതാകണമെന്നാണല്ലോ അളിയൻ്റെ ആഗ്രഹം. മണിക്കൂടാ ഇല്ലാത്ത കാര്യം പറയട്ടോ. ചായ, ചൂട് ചായ, ചായ 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 കോഫി, ചായ കോഫി. നിർത്തല, എന്തൊരു റെയിൽവേ സ്റ്റേഷനാ അത്? ചായ കുടി മാമ. ചായ ഉണ്ടേ? ആ ചായ വേണം, ചായ വേണം. എടുത്തോ. എനിക്ക് വേണ്ട, പഴംപൊരി വേണ്ട. ഇങ്ങനെയുണ്ട് മക്കളെ, അമ്മ എവിടെ? അമ്മയ്ക്ക് വേണ്ട പഴംപൊരി. അമ്മ ഇപ്പൊ പഴംപൊഴി ഒന്നും കഴിക്കില്ല. റംബൂച്ച കളിച്ചോണ്ട് നടക്കുകയല്ലേ. റിംബോച്ച എന്ന് പറഞ്ഞാ മറ്റേ നേപ്പാളിലെ ഒരു സിനിമ ഉണ്ടല്ലോ, യോധ. അതില് ഒരു മുട്ടച്ചെറുക്ക ഉണ്ടല്ലോ, ഇങ്ങനെ ഇലയൊക്കെ തിന്നോണ്ടിരിക്കില്ലേ. അമ്മയുടെ ഭക്ഷണം എന്താന്നറിയോ? 2 മുരിങ്ങയില, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ. ഇതൊക്കെയാണ് ഇപ്പൊ ഭക്ഷണം. ആ ദാ വന്നല്ല ഗ്രീൻ ടീയും കൊണ്ട്. മണി ഒരു പഴംപൊരി കഴിക്കും. അമ്മ നല്ല പഴംപൊരി. നല്ല പഴംപൊരി ഒരെണ്ണം കഴിക്കേ. പഴംപൊരി ഭയങ്കര കാലറിയാണ്. ഞാനൊരു തീരുമാനം എടുത്ത അതിൽ നിന്നാണ് വിട മാറൂല. അതാണ് മണിക്കുട്ടി. അതാണ് പുലിയുടെ വീട്ടുകാർ. ഓ നീ ഒരു പഴംപൊരിയൊക്കെ കഴിക്കാം, നീ കഴിക്കും. ഇതുപോലത്തെ പല പ്രലോഭനം ഉണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷെ അതിലൊന്നും ഞാൻ വീഴും. അതാണ് പുലിയുടെ വീട്ടുകാർ. പുലി നടപടി എനിക്കറിയാം. പുലി നട ചുമ്മാരി നീ ക്ഷീണമാകും മണി. അതുകൊണ്ട് ഇനി പറയണ്ട, ഞാൻ ക്ഷീണം വന്ന് ഞാൻ സഹിച്ചോളാം. ഞാൻ അതിന് പകരമായിട്ട് പല സാധനങ്ങളും കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിലുണ്ടല്ലേ ഇവിടെ ശരീരം വണ്ണം കുറയും. കാക്ക മലന്ന് പറക്കും. എടി അപ്പൊ ഈ ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാന്ന് പറയില്ലേ, അതുമായിട്ട് എന്താ ബന്ധം? ചുമ്മാ. വാഴക്കാപ്പും ബീഫും. അങ്ങക്ക് കൊതി വേണ്ട. ഇനി അങ്ങനെ വയറ്റിളക്കം വല്ലതും വന്നാലോ അവള് വന്ന് എടുത്തോളും. വാഴക്കാപ്പും ബീഫും. ബീഫ്, വാഴക്കപ്പോ ബീഫോ. ഓ എനിക്ക്
സർപ്രൈസ് തരാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചേക്കായിരിക്കും. ടേസ്റ്റ് എൻ്റെ അമ്മേ, വിശന്ന് മനുഷ്യന്റെ കുടല് കരിഞ്ഞു. ആരുമില്ലല്ലോ ഇവിടെ. എവിടെയുള്ളേ ഇതിനകത്തല്ല, ഇതിലില്ല, ഇതില്ല, ഇതിനകത്തില്ലല്ലോ, ഇവിടെ അല്ലേ വെക്കുമെന്ന് പറഞ്ഞ്. ഡൈനിങ് റൂമിലെ അലമാര എന്ന് പറഞ്ഞതല്ലേ? ഈ മണിക്കുട്ടി ചേട്ടൻ എന്നെ പറഞ്ഞ് പറ്റിച്ചാണ്. ദൈവമേ, വാഴയ്ക്കൊപ്പം ബീഫ് കറി എന്നൊക്കെ പറയും. എനിക്ക് വിശക്കുന്നു. അയ്യോ, എനിക്ക് മതിയായി. അപ്പൊ ഇനി എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട മക്കളെ. വേണ്ടല്ലോ. അപ്പൊ ഞാൻ എഴുന്നേക്കാണേ. അതെ, നാളെയെങ്കിലും റോബസ്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ നോക്കി. ഏത്തപ്പഴം കഴിച്ചാൽ ഒരിക്കലും വെയിറ്റ് കുറയാൻ പോണില്ല. മക്കളെ, ഈ ഒരു പഴം തിന്നു കഴിഞ്ഞാൽ എനിക്ക് വയറ് വിട്ടപ്പൊക്കെ തരുമോ? മെലിയണ്ടേ മാമ, ഹെൽത്തി ആവണമല്ലോ, കഴിച്ചാലേ പറ്റൂ. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. അമ്മ, ഞാൻ കിടക്കാൻ പോണേ. ഗുഡ് നൈറ്റ്. അപ്പു, ഗുഡ് നൈറ്റ്. ശരി ശരി. പാത്രം ഞാൻ എടുത്ത് വെക്കണോ? ആണ്ടാ, ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ടായിരുന്നു പെങ്ങളെ വാഴയ്ക്കപ്പവും ബീഫ് കറിയും? വാഴയ്ക്കപ്പം ഏ വാഴയ്ക്കപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുലിയുടെ വീട്ടിലെ വാഴക്കൃഷിയുടെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഒരു ചിന്തയേ ഉള്ളൂ. ഇവിടെ മണി എത്ര പോയി കടയടാ. മാമ ഇന്നേ ശ്രീകുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, ആ. അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഓഫാ. ഓ, പോയി കടയടാ. മാമൻ ചെന്ന് കിടക്കും. ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, എങ്ങനെയുണ്ടായിരുന്നു? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലോ. മനുഷ്യനെ പ്രതീക്ഷ തന്നിട്ട് നമുക്കിതെന്താ പറ്റി? ഇനി ഒരു വർഷം ബീഫ് കറിക്ക് എരിയെങ്ങാനും കൂടിയിട്ടാണ്. പെങ്ങളെ 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 ബീഫിന് എരി കൂടുതലായിരുന്നു. ബീഫിന് എരിവ് ഞാൻ പറഞ്ഞ കൂടി പോവും. എന്താ, എന്ത് പറ്റി? നീ കഴിച്ചില്ലയോ അത്? എന്തൊന്നും കഴിക്കാൻ അവിടെ ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ താണ്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഇപ്പുറത്തെ ആ ഡ്രോയ്ക്കകത്ത് വെച്ചിരുന്നാലോ. എന്റെ ചേട്ടൻ, ഞാൻ അതിനകത്തുള്ള എല്ലാ അലമാരയും തുറന്നു നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ കഴിച്ചില്ലയോ? അത് പിന്നെ ആര് കൊണ്ടുപോയി? കഴിച്ചില്ല, അത് ആവിയായിട്ട് പറന്നു പോയി. മനുഷ്യൻ വിശന്ന് ചാവാറായി. അല്ല, ഇനിയിപ്പോ പൂച്ച വല്ലതും കൊണ്ടുപോയതാണോ? ആ, പൂച്ച വന്ന് വീടിനകത്തൊന്ന് നടന്നെടുത്തോണ്ട് പോയി. എന്റെ പെങ്ങളെ സത്യമായിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചതാ അത്. എനിക്ക് ഞാൻ ചാവാറായി വിശന്ന്. ഉഫ്. സാരമില്ല, ഞാൻ വേറെ വാങ്ങിച്ചോണ്ട് വരാം. ഓ, നല്ല ഒന്നാം തരം മട്ടൻ ബിരിയാണി വാങ്ങിച്ചു. ആ പിന്നെ രാത്രി മട്ടൻ ബിരിയാണി ഇവിടെ കിട്ടാൻ പോണത്. അങ്ങനെയാണെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരാം. വാങ്ങിച്ചോണ്ട് വരും. അതെ, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അവിടെ വെക്കുന്നില്ല, അടുക്കളയിൽ എവിടെയെങ്കിലും ആ, വെച്ചേക്കാം. എവിടെയെങ്കിലും വെച്ചാ മതി. നീ ഒന്ന് പോയി വാങ്ങിച്ചിട്ട് നീ വാ. കഴിച്ചോണം, വിഷമിക്കണ്ട. ഓ, വാങ്ങിച്ചോണ്ട് എന്റെ അമ്മേ. ഫ്രൈഡ് റൈസ് വീണ്ടും വീണ്ടും മാമ സർപ്രൈസ് തന്നോണ്ടിരിക്കും. എന്തെങ്കിലും എന്റെ കൈ കൊണ്ട് തന്നാ പോരെ. ഇതെന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കണേ? വെള്ളം എടുക്കാൻ വന്നാൽ നന്നായി. റൂമിൽ കൊണ്ടുപോയി തിന്നാ. എന്താടി കഴിക്കുന്നത്? ഫ്രൈഡ് റൈസ്. മാമ എനിക്ക് സർപ്രൈസ് ആയിട്ട് നേരത്തെ എടുത്തോടെ വെച്ചിരുന്നില്ലേ ബീഫും പരമ്പഴി? സൂപ്പറായിരുന്നു. അതിനേക്കാളും സൂപ്പറായിരുന്നു ഇത്. ഇത്രേ ഉള്ളൂ, വേണോ? ഉണ്ടല്ലോ. ശരി. അപ്പോൾ എവളായിരുന്നല്ലേ കള്ളിപ്പൂച്ച. പക്ഷെ എൻ്റെ പെങ്ങള് പട്ടിണിയായി കാണുമല്ലോ. അവള് ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി കാണും. പെങ്ങളെ, ഇത് ഫ്രൈഡ് റൈസ് സൂപ്പർ.
നല്ല ടേസ്റ്റ്. ഈ രാത്രി എവിടെ ഒപ്പിച്ച ഒരു ചില്ലി ചിക്കനും കൂടെ മേടിക്കായിരുന്നു. ഫ്രൈഡ് റൈസാ? ഇതാണ് അമ്മയുടെ ഡേറ്റ്? എടി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു സത്യമായിട്ട്. എനിക്ക് മാത്രമല്ല ഇവിടെ വാങ്ങിച്ചു കൊടുത്തല്ലേ. എടി അതല്ല, ആ ഞാൻ അതാണോ ഇത്? എന്തോന്നു? ഇതല്ലല്ലോ അത്. എന്തോന്നു? അതാണോ ഇത്? എടി ഞാനൊരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചായിരുന്നല്ലോ. ആ ഇവിടെ വെച്ചിരുന്നു. അത് ഞാൻ കഴിച്ചു. നീ കഴിച്ചല്ലോ. നീ കഴിച്ചോ? പിന്നെ എനിക്കല്ലേ വാങ്ങിച്ചത്. അപ്പൊ ഇത് പിന്നെ ഇതെന്തോന്നു? 2 ഫ്രൈഡ് റൈസ് മേടിച്ചാ? മാമല്ലേ വാങ്ങിച്ചത്? അല്ല, ഒരു ഒരു ഫ്രൈഡ് റൈസ് ആണോ രണ്ടായിട്ട് കാണുന്നത്? ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ ഇത്. എന്തോന്ന് അളിയാ പ്രശ്നം? എന്റെ അളിയാ, ഞാനൊരു ഫ്രൈഡ് റൈസ് എന്റെ പെങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വെച്ചിരുന്നത്. അത് എവളെടുത്ത് കഴിച്ചത്. മാമ എനിക്ക് സർപ്രൈസ് ആയല്ലേ വാങ്ങിച്ചത്? അതെന്തോ ആയിക്കോട്ടെ. അല്ല പിന്നെ യവക്ക് എങ്ങനെ ഫ്രൈഡ് റൈസ് കിട്ടി? എനിക്കിവിടെ നിന്ന് കിട്ടി. ഇവിടെ വെച്ചിരുന്നു. അതാര് വാങ്ങിച്ചു? എന്റെ മണിക്കുട്ടാ, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയണം. അതെ, അത് ഞാൻ വാങ്ങിച്ചത് എന്റെ മണിക്കുട്ടിക്ക്. അതെ അളിയാ, ഇവൾക്ക് ഈ വിശപ്പിന്റെ അസുഖമുണ്ട്. അത് അളിയനും അറിയാവോ? പിന്നെ അവളുടെ കാര്യമല്ലേ എനിക്ക് അറിഞ്ഞൂടെ. ഇവൾക്ക് വിശന്നിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചു. നീ സമാധാനമായിട്ട് കഴിക്കും മണിക്കുട്ടി. അല്ല ഞാൻ കഴിക്കൂലായിരുന്നു, പക്ഷെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം ഇല്ലെങ്കിലോ തലചുറ്റി വീണാലോ എന്നൊക്കെ പറഞ്ഞത് സത്യമായിട്ട് ഞാനിങ്ങനെ ഡയറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാ 2 ദിവസം പോയിട്ട് 1 ദിവസം പോലും തികച്ച് ഡയറ്റ് എടുക്കാൻ പറ്റി. അതാണ് പുലിയുടെ വീട്ടുകാര്. എന്ത് പറഞ്ഞല്ലേ? അത്താണ് അതല്ല, ഇതാണ് പുലിനട വീട്ടുകാർ.